ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേ നമ്മുടെ കടയിൽ വന്നിരുന്ന് ആ ചേട്ടൻ ഒരുപാട് വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ ദേ ഏട്ടാനനിയന്മാരെയൊക്കെ അനുഗ്രഹിച്ച് അവിടെ നിന്ന് അദ്ദേഹം അങ്ങ് പോവുക കേട്ടോ. അദ്ദേഹം അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കുന്നത് നമ്മുടെ അഞ്ജുവിനെയാണ്. അഞ്ജു ഇങ്ങനെ അവിടെ ഇരിക്കുമ്പോഴേക്കും ജയന്തി വീട്ടിലേക്ക് ഇടിച്ച് കയറി വന്നു. ആഹാ അഞ്ജു, നീ എന്താ ഇവിടെ കിടക്കണേ, നിനക്കെന്താ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞു. അയ്യോ, നിനക്കെന്തോ കുഴപ്പമുണ്ടല്ലോ, നിന്റെ മുഖത്ത് എന്തോ വയ്യാഴിക പോലെയൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, അതേ എനിക്കൊരു ക്ഷീണവും ഇല്ല, പിന്നെ ജയന്തേച്ചിയായിട്ട് പുതിയ ക്ഷീണമൊന്നും എനിക്ക് ഉണ്ടാക്കി തരാതിരുന്നാൽ മതി. പിന്നെ ജയന്തേച്ചിയുടെ ഈ വളവളാ വർത്തമാനം പറയാതെ ഇവിടെ നിന്ന് പോയി തന്നാലേ വലിയ ഉപകാരമായിരുന്നു എന്നും പറഞ്ഞ് നമ്മുടെ അഞ്ജു ഇങ്ങനെ പുള്ളിക്കാരി ഒഴിവാക്കാനായിട്ട് നോക്കുക. അപ്പോൾ അഞ്ജു ഇങ്ങനെ ഒഴിവാക്കാൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് അത് മനസ്സിലായി. എൻ്റെ പൊന്നഞ്ജു, നീ എന്തോന്നാ ഈ പറയുന്നേ? ഈ സമയത്ത് ഇങ്ങനെ ക്ഷീണമൊന്നും വെച്ചോണ്ടിരിക്കാൻ പാടില്ല. നിനക്കെന്താ ഇതൊന്നും അറിയില്ലേ? അല്ല, ദേവിക്ക് ഇതൊന്നും അറിയാൻ പാടില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ജയന്തി കിട്ടിയ അവസരത്തിൽ ദേവിയെ കുറ്റം പറയാനായിട്ട് ശ്രമിക്കുന്നു. ഞാൻ പറയുന്നത് കേൾക്കാനൊക്കെ പറഞ്ഞപ്പം എനിക്ക് ക്ഷീണം തോന്നുന്നത് കുറച്ച് മുന്നേ ഞാൻ ഒമിറ്റ് ചെയ്തത് കൊണ്ടാണ്, വേറൊന്നും കൊണ്ടല്ല എന്ന് പറഞ്ഞു. അയ്യോ, അത് ശരി, അത് പറ. അപ്പോൾ ഒമിറ്റ് ചെയ്തതിൻ്റെ ക്ഷീണവും തളർച്ചയായതല്ലേ? എന്നിട്ടാണോ നീ ഇങ്ങനെ കയറിയിരിക്കുന്നത്? എന്നിട്ട് ആശുപത്രി പോവാതെ മുറി കയറി കതകും ചാരി കിടക്കുകയാണോ വേണ്ടത്? ഇതൊക്കെ ഗർഭിണികളായിട്ടിരിക്കുമ്പോൾ സാധാരണ ഉള്ളതല്ലേ എന്ന് അഞ്ജു അന്നേരം ചോദിച്ചു. ഇതിനൊന്നും ഹോസ്പിറ്റലിൽ പോകേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ, എന്നാരാ നിന്നോട് പറഞ്ഞത്? അപ്പോൾ ദേവേച്ചിയാ പറഞ്ഞത്. ഓ പിന്നെ ഒരു ദേവേച്ചി വന്നേക്കുന്നു. പ്രസവിക്കാൻ കാത്തിരിക്കുന്ന ഒരു പെങ്കൊച്ചിനെ കുറിച്ചുള്ള കാര്യങ്ങളിലേ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആണല്ലോ പിന്നെ ദേവി, അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞത്. 10 പറ്റിയ ആളല്ലേ. ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള നിന്റെ ദേവേച്ചിയുടെ നോട്ടത്തിൻ്റെ ഗുണം കൊണ്ടാണല്ലോ അപ്പൂൻ്റെ ആദ്യത്തെ കൊച്ച് അബോഷനായി പോയതെന്നും ഇങ്ങനെ പറഞ്ഞ് പിടിപ്പിക്കുമ്പോൾ, അതെ മനുഷ്യരായാൽ അസൂയയും കുശുമ്പും ഒക്കെ ആകാം, പക്ഷെ ഇത്രയ്ക്കാകാൻ പാടില്ല കേട്ടോ എന്ന് പറഞ്ഞു അഞ്ജു. അപ്പൂൻ്റെ ആദ്യത്തെ കുഞ്ഞില്ലാണ്ടാവാൻ കാരണേ അവളുടെ രാജേശ്വരി അപ്പച്ചിയാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ടും ആ പഴിയെ ദേവേച്ചിയുടെ മേലിൽ കെട്ടി വെക്കാനായിട്ടൊന്നും നിങ്ങൾ നോക്കണ്ടെന്നും അഞ്ജു പറഞ്ഞു. വേറെ ആരും മറന്നാലും അതൊന്നും അപ്പോ ഹരിയേട്ടനോ ഞങ്ങളൊന്നും മറന്നു പോകുമെന്ന് ജയന്തി ചേച്ചി വെറുതെ കരുതുക വേണ്ടാട്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് നിന്റെ ദേവേച്ചി നിന്നെ ഉപേക്ഷിച്ചിട്ട് പോയോ? ഇവിടെയൊന്നും ഇല്ലല്ലോ. ദേവേച്ചിയെ സ്കൂളിൽ ദേവൂട്ടയും കൊണ്ട് PTA മീറ്റിങ്ങിന് പോയെന്ന് പറഞ്ഞു. PTA മീറ്റിങ്ങിനോ? നീ എന്തൊക്കെയായി പറയുന്നേ? അതിന് അപ്പു അല്ലേ പോവേണ്ടത്, അല്ലാണ്ട് ദേവിയാണോ അതിനൊക്കെ പോകേണ്ടത്? അതറിയാഞ്ഞിട്ടായിരിക്കില്ലല്ലോ അപ്പു ദേവൂട്ടിയോടൊപ്പം ദേവേച്ചിയെ പറഞ്ഞു വിട്ടത്. എന്നിട്ട് അപ്പു എവിടെ? അവൾ മുറിയിലെങ്ങാനും കാണും. ആണോ? എന്നാൽ ഞാൻ കാണട്ടെ എന്നും പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പം, അതെ അവളെ കണ്ടിട്ടും വലിയ ഗുണമൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ജയന്തേച്ചിയുടെ പരാതിയും പരദൂഷണവും ഒന്നും ഇനിയിപ്പോൾ അവിടെ ചിലവാകുമെന്ന് തോന്നണില്ല എന്ന് പറഞ്ഞു നമ്മുടെ അഞ്ജു. ഒന്ന് പോടി അവിടെ നിന്ന്, ഈ പെണ്ണിൻ്റെ ഒരു തമാശ പോ അവിടെ നിന്നും പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് എഴുന്നേറ്റ് പോയി ജയന്തി. അപ്പോഴേക്കും അപ്പൂൻ്റെ ഡാഡിയുടെ വർഗത്തിൽപ്പെട്ട അതേ സാധനം തന്നെയാണ് ഇത്. ആയുഷ്കാലം നന്നാവെന്ന് തോന്നണില്ലെന്നും പറഞ്ഞ് നമ്മുടെ അഞ്ജു അവിടെ അങ്ങനെ ഇരിക്കുന്നു. എന്നിട്ട് വാതിലും അടച്ച് അഞ്ജു അങ്ങ് കുറ്റിയിട്ടു. ഇനി ഈ പണ്ടാരകത്തേക്ക് കയറി വരരുതെന്ന് വിചാരിച്ച് ഈ സമയത്ത് മോളെ എന്നും പറഞ്ഞുകൊണ്ട് അപ്പൂൻ്റെ മുറിയിലേക്ക് ചെന്ന് കയറുമ്പോൾ, അകത്തേക്ക് കയറാൻ വരട്ടെ, കാല് പുറത്തേക്ക് എടുക്കാൻ പറഞ്ഞു അപ്പു. ഒരാളിൻ്റെ മുറിയിലേക്ക് കയറി വരുന്നതിന് മുൻപേ അറ്റ്ലീസ്റ്റ് അയാളോടൊന്ന് അനുവാദമെങ്കിലും ചോദിക്കണ്ടേ? വാതിൽ അടച്ചിട്ടിരിക്കുകയാണെങ്കിൽ വാതിൽ മെല്ലൊന്ന് തട്ടുകയെങ്കിലും വേണ്ടേ? അകത്തേക്ക് കയറി വരാൻ അനുവാദം കിട്ടിയാൽ മാത്രമേ അകത്തേക്ക് വരാൻ പാടുള്ളൂ. അതാണ് സാമാന്യ മര്യാദ എന്ന് പറഞ്ഞു അപ്പു. ഓ, ഇതൊന്നും ഞാൻ കരുതിയില്ല. ഞാനങ്ങ് വല്ലാണ്ടായിപ്പോയല്ലേ അപ്പുക്കിളിയുടെയും അല്ല അപ്പുമോളുടെയും മുറിയിലേക്ക് വരാനേ എനിക്കങ്ങനെ അനുവാദം ചോദിക്കേണ്ട കാര്യമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പം, ഉണ്ട്. എൻ്റെ മുറിയിലേക്കെന്നല്ല, ആരുടെ മുറിയിലേക്കാണെങ്കിലും അനുവാദം ചോദിച്ച് അത് കിട്ടിയാലേ കയറാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു നമ്മുടെ അപ്പു. ശരി എന്നും പറഞ്ഞുകൊണ്ട് ജയന്തി വാതിലടച്ചു. എന്നിട്ട് പുറത്ത് ഇങ്ങനെ നിൽക്കുക. അവളുടെ ഒരു പത്രാസ്. അപ്പോൾ ഞാൻ അകത്തേക്ക് വന്നോട്ടെ? അകത്തേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ എന്താ നിങ്ങൾ വന്നതെന്ന് ചോദിച്ചു. ഇങ്ങനെ വേണമെന്നും പറഞ്ഞിട്ട് എന്താ നിങ്ങൾ വന്നതെന്ന് ചോദിച്ചു അപ്പു. അഞ്ജു അവിടെ ആകെ വശം കെട്ട് കിടക്കുക. എന്തു പറ്റി അഞ്ജുവിന്? അഞ്ജു ആകെ ഛർദ്ദിച്ച് വശം കെട്ടു. ഛർദ്ദിച്ച് വശം കെട്ടെന്നോ? എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ, ഇതെപ്പോഴായിരുന്നു? ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് അപ്പു പോകാൻ നോക്കുമ്പം, അയ്യോ അല്ല, ഇപ്പോഴത്തെ കാര്യമല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, കുറച്ച് മുമ്പിലത്തെ കാര്യമാണ്. കുറച്ച് മുമ്പാണെങ്കിൽ ഇവിടെ ദേവേടത്തിയും ശിവനും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ആണോ? ഉണ്ടായിരുന്നു എന്ന് അഞ്ജുവിനോട് പറഞ്ഞു. പിന്നെന്താ, അവൾക്ക് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടായാലേ ഇവിടെ ദേവേടത്തി തന്നെ വേണം എന്നൊന്നും ഇല്ല, ഞാനും ഉണ്ട്. ഞാനുണ്ടെങ്കിൽ ഞാൻ നോക്കൂ അവളെ എന്ന് നമ്മുടെ അപ്പു. അതെനിക്ക് അറിയാലോ. പിന്നെ എന്തിനാ ദേവേടത്തെ വെറുതെ ഇവിടെ നിന്ന് കുറ്റം പറയുന്നത്? അപ്പോൾ ദേവി സ്കൂളിൽ പോയതിൻ്റെ കുറ്റം പറഞ്ഞതാ. അതിൻ്റെ പേരും പറഞ്ഞ് ദേവേടത്തെ കുറ്റം പറയാൻ കിട്ടിയ ഒരു അവസരം വന്നാൽ അത്ര സമാധാനമല്ലേ? അപ്പം മമ്മി എന്ന് വിളിച്ചത് നമ്മുടെ മോൾ ഓടി ഇങ്ങ് വന്നു. ദേവിയും കൂടെ ഉണ്ടായിരുന്നു. ജയന്തേടത്തി എപ്പോൾ എത്തി?
ആഹാ ഞാനേ ഇപ്പം ദേ ഇങ്ങ് ഇറങ്ങി വന്നതേ ഉള്ളൂ ദേവി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പം ഇങ്ങോട്ട് ദേ ഇപ്പം വന്നതേ ഉള്ളൂ. പക്ഷെ വന്ന ഉടനെ അഞ്ജുവിൻ്റെ വിശേഷങ്ങളൊക്കെ തിരക്കി കഴിഞ്ഞ് ദേവേടത്തി അവളെ നേരാവണ്ണം ഒന്ന് നോക്കുകയും ശ്രദ്ധിക്കുകയില്ല എന്നും പറഞ്ഞ് അതിൻ്റെ ഒരു സങ്കടം പറച്ചിലും കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടി വന്നതാ ശാത്തി എന്ന് പറഞ്ഞു നമ്മുടെ അപ്പു. അതെ പിന്നെ അങ്ങനെ പറയാനേ കാരണമൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ വന്ന് നോക്കുമ്പോഴേ ആകെ ക്ഷീണിച്ച് തളർന്ന് കിടക്കുമായിരുന്നു അഞ്ജു. വൊമിറ്റ് ചെയ്താണെന്നാണ് പറഞ്ഞത്. പിന്നെയും വൊമിറ്റ് ചെയ്തോ? അതിന് ഞാൻ PTA മീറ്റിങ്ങിന് ദേവൂട്ടിയോട് പോയതിന് ശേഷം അഞ്ജു പിന്നെയും വൊമിറ്റ് ചെയ്തോ എന്ന് ചോദിച്ചപ്പം ഇല്ല ദേവേടത്തി, അതിന് മുൻപുള്ള കാര്യമാണ് ജയന്തേടത്തി നീ പറയണതെന്ന് അപ്പോൾ അന്നേരം പറഞ്ഞു. ഓ അത്രേ ഉള്ളോ എന്ന് ദേവിയും ചോദിച്ചു. എൻ്റെ കുറ്റം പറയാൻ വേറൊന്നും കിട്ടാത്തത് കൊണ്ട് കിട്ടിയത് വെച്ചൊന്ന് പെരുപ്പിച്ച് നോക്കാമെന്ന് കരുതി അപ്പൂൻ്റെ അരികിലേക്ക് വന്നതായിരിക്കല്ലേ എന്ന് ദേവി ചോദിച്ചു. പക്ഷെ ആ പടക്കം എൻ്റെ അടുത്ത് ഏറ്റില്ല, ചീറ്റിപ്പോയെന്ന് പറഞ്ഞു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അഞ്ജുവിനെ കുറച്ച് ദിവസം അഞ്ജുവിൻ്റെ വീട്ടിലേക്കൊക്കെ പറഞ്ഞു വിടണമെന്നൊക്കെ പറഞ്ഞ് ജയന്തി വലിയ ഡയലോഗൊക്കെ ഇറക്കിയപ്പം നമ്മുടെ ദേവി ആ രീതിയിൽ അങ്ങ് ചിന്തിച്ചു. അത് കഴിഞ്ഞ് ദേവി അങ്ങ് പോയിട്ടോ. ഈ സമയത്ത് അതെന്തിനാ അഞ്ജുവിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നത്? അഞ്ജുവിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ദേവേടത്തിക്കല്ലേ. അപ്പോൾ പിന്നെ ദേവേടത്തല്ലേ അവളെ നോക്കുക. അവളുടെ പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞു ഇപ്പോൾ കൊച്ചിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. കൊച്ചിൻ്റെ കാര്യം പറഞ്ഞു. കൊച്ചിനെ എന്തിനാ ദേവിയുടെ കൂടെ നടത്തുന്നത്, കൊച്ചിൻ്റെ കാര്യങ്ങൾ എന്തിനാ ദേവി ഏൽപ്പിച്ചിരിക്കുന്നത്, എന്തിനാ PTA മീറ്റിങ്ങിന് പറഞ്ഞു വിട്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പോഴും അപ്പു പറഞ്ഞു ദേവൂട്ടിയുടെ കാര്യങ്ങളെല്ലാം നോക്കും ദേവേച്ചിയല്ലേ, അവളുടെ പഠിപ്പിൻ്റെ കാര്യങ്ങളും മറ്റെല്ലാ കാര്യങ്ങളും അറിയുന്നത് ദേവേച്ചിക്കല്ലേ, അപ്പോൾ പിന്നെ ദേവേച്ചി നോക്കിക്കോളും കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ ജയന്തി അന്തിച്ചിങ്ങനെ നിൽക്കുക. സ്ഥിരമായി PTA മീറ്റിങ്ങിന് പോകുന്നതും ദേവേടത്തി തന്നെയാണ്. പക്ഷെ ഇങ്ങനെ പോയാൽ ഇങ്ങനെ തന്നെ കാര്യങ്ങൾ പോകും കേട്ടോ. പിന്നെ ഇതിനിടയ്ക്ക് ജയന്തേടത്തിയായിട്ട് കുത്തിത്തിരിപ്പൊന്നും ഉണ്ടാക്കാൻ നോക്കണ്ട എന്ന് പറഞ്ഞു നമ്മുടെ അപ്പു. ജയന്തേടത്തി ചെല്ലാൻ നോക്കേ കേട്ടോ എന്ന് പറഞ്ഞ് അപ്പു ഇങ്ങനെ ഓടിച്ചു വിട്ടു. ശരിയെന്നും പറഞ്ഞ് ജയന്തി അവിടെ നിന്ന് അങ്ങ് പോയി. എല്ലാം ചീറ്റി പണ്ടാരം അടങ്ങി. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അഞ്ജു ഇങ്ങനെ അവിടെ ക്ഷീണിച്ച് കിടക്കുമ്പോൾ നമ്മുടെ ദേവി അങ്ങോട്ടേക്ക് ചെന്നു. ജയന്തേടത്തി നിന്നെ കാണാൻ വന്നിട്ട് എന്തൊക്കെയാ പറഞ്ഞേ? വന്നു കുറേ ഇതൊക്കെ പറഞ്ഞു. എന്താ ക്ഷീണമെന്ന് ചോദിച്ചപ്പോൾ എന്തെങ്കിലും ഒരു വിഷയം കിട്ടാൻ വേണ്ടി ചോദിച്ചതാണെന്ന് പോലും ഞാൻ ഓർക്കാതെ കാലത്ത് വൊമിറ്റ് ചെയ്ത കാര്യം ഞാൻ അറിയാതെ ഒന്ന് പറഞ്ഞു പോയി. അതോടെ അത് കയറി പിടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എന്നുള്ളതായി. വേണ്ടാന്ന് പറഞ്ഞപ്പോഴേ ഓരോന്നും പറഞ്ഞ് എന്നെ വെറുതെ ടെൻഷനാക്കാനുള്ള ശ്രമമായി. എന്നിട്ടൊക്കെ ഞാൻ വേണ്ടതുപോലെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞു തന്ന് കാണുമല്ലോ. അത് പിന്നെ പറയാതിരിക്കോ ദേവേച്ചി? പിന്നെ ഇതൊക്കെ ഗർഭിണികളായ സ്ത്രീകൾക്ക് സാധാരണ പതിവുള്ളതാണെന്ന് ദേവേച്ചി പറഞ്ഞുവെന്ന് ഞാൻ പറയാനായി കാത്തിരിക്കുകയായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു അഞ്ജു. ഉടനെ ദേവേച്ചിക്ക് എന്തറിയാവെന്നും പറഞ്ഞ് ദേവേച്ചിയുടെ കുറ്റങ്ങൾ പറയാൻ തുടങ്ങിയെന്നും പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ദേവിക്ക് വിഷമമായി. അപ്പോഴേക്കും എല്ലാം എന്നോട് പറഞ്ഞു. അപ്പൂൻ്റെ മുറിയിലുണ്ടായിരുന്ന കക്ഷി ഇപ്പോഴും അപ്പൂൻ്റെ മുറി തന്നെ ഇരിക്കുകയാണോ? ഇല്ല അഞ്ജു, ഒരു ചായയൊക്കെ ഇട്ട് കൊടുത്ത് അതിനെ ഞാൻ ഒരു കണക്കിന് പറഞ്ഞു വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ദേവി. അതേതായാലും നന്നായെന്നും പറഞ്ഞ് അങ്ങനെ ഇരിക്കുക. അഞ്ജുവാണ് ദേവി കൊണ്ടു കൊടുത്ത ജ്യൂസൊക്കെ കുടിച്ചിരിക്കുമ്പോൾ അത് പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ മനസ്സിലുള്ളതൊന്നും മറയ്ക്കാതെ പറയുമെന്ന് ചോദിച്ചു. അതെന്താ ദേവേച്ചി ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ കാര്യമെന്ന് ചോദിച്ചു അഞ്ജു. അത് പിന്നെ മോളെ വേറൊന്നുമല്ല, എത്രയൊക്കെ ശ്രദ്ധിച്ചാലും ഞാൻ ഏട്ടത്തി അമ്മയല്ലേ എന്ന് ദേവി ചോദിക്കുക. നിൻ്റെ അമ്മ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യുന്നത് പോലെയൊന്നും ആവില്ലല്ലോ അത്. നിനക്ക് കുറച്ച് ദിവസം നിൻ്റെ അമ്മയുടെ അടുത്ത് വല്ലതും പോയി നിന്നാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം ഇതെന്താ ദേവേച്ചി പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കാനെന്ന് അഞ്ജു അന്നേരം ചോദിച്ചു. ദേവേച്ചിയുടെ മനസ്സ് വേദനിപ്പിക്കുന്നത് പോലെ എന്തെങ്കിലും ജയന്തിച്ച് പറഞ്ഞോ? അയ്യോ അതുകൊണ്ടൊന്നുമല്ല മോളെ. പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തെ അപ്പുവിന് അവളുടെ മമ്മിയോടൊപ്പം പോയി കുറച്ച് ദിവസം നിന്നാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഹരി അതിന് സമ്മതിച്ചില്ലല്ലോ. പിന്നെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ട് പോകാറാകുന്നതിന് മുൻപ് അവളെ അങ്ങോട്ട് പറഞ്ഞയക്കാൻ അമ്മയ്ക്കും താല്പര്യം ഇല്ലായിരുന്നല്ലോ എന്നും പറഞ്ഞു ദേവി. അമ്മയുടെ അടുത്ത് പോയി നിന്നാലേ ഇപ്പോൾ ഉള്ളതിനേക്കാളും ജയന്തേച്ചിയുടെ ശല്യം അത് ഇരട്ടിയാകുമെന്നും അമ്മയ്ക്കാണെങ്കിൽ ഒന്നും പറയാനും പറ്റില്ലല്ലോ എന്ന് നമ്മുടെ അഞ്ജു അന്നേരം പറഞ്ഞു. അമ്മയുടെ അടുത്ത് പോയി നിൽക്കുന്നതിനേക്കാളും എനിക്ക് ആശ്വാസവും സമാധാനവും ദേവേച്ചിയോടൊപ്പം ഇവിടെ നിൽക്കുന്നത് തന്നെയാണെന്ന് നമ്മുടെ അഞ്ജു പറഞ്ഞു. അപ്പോൾ ആ ഒരു സ്നേഹം അത് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ പങ്കുവയ്ക്കുന്നു. അതിനുശേഷം ദേവി ഇങ്ങനെ അഞ്ജുവിനെ കെട്ടിപ്പിടിച്ച് പൊന്നു പോലെ നോക്കുന്നതിനെ പറ്റിയൊക്കെ പറയുക. അത് കഴിഞ്ഞപ്പോൾ ഒരു പോസ്റ്റ്മാൻ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ അന്നേരം ഇറങ്ങിച്ചെന്നു ഒരു രജിസ്റ്റേർഡ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ അന്നേരം ഞാൻ കൊടുത്തോളാമെന്നും പറഞ്ഞിട്ട് നമ്മുടെ അപ്പു അത് മേടിക്കുക. എന്നിട്ട് അപ്പു അത് മേടിച്ച് ഇങ്ങനെ നോക്കിയിട്ടോ. എന്തായാലും അപ്പോൾ അത് വായിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അയാൾ ഒപ്പൊക്കെ ഇടിയിച്ചു. എന്നിട്ട് അപ്പോൾ അതും കൊണ്ട് അകത്തേക്ക് കയറി പോകാൻ തുടങ്ങി. എന്നിട്ട് ഇതെടുത്ത് വായിച്ചു നോക്കി. അപ്പോഴേക്കും അപ്പൂൻ്റെ മുഖം ഇങ്ങനെ താമരപ്പൂ പോലെ വിടർന്നു സന്തോഷം കൊണ്ടേ. അതുകൊണ്ട് ഓടി അകത്തേക്ക് കയറി ചെന്നു. ഈ സമയത്ത് അവിടെ കടയിൽ ഹരിയും ബാലനും കൂടെ കണക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഹരിയുടെ ഫോണിലേക്ക് അപ്പൂൻ്റെ കോള് വരുന്നത്. അപ്പോൾ അപ്പു വിളിക്കുന്നതെന്ന് പറഞ്ഞു ഹരി ബാലനോട്. അങ്ങനെ കോൾ എടുത്തു. അപ്പോൾ എന്താ അപ്പു?
നീ കടയിൽ തിരക്കിലോ മറ്റാണോ ഹരി എന്ന് ചോദിച്ചപ്പം കുറച്ച് തിരക്കിലാണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇവർ രണ്ടുപേരും നോക്കുക. നീ എന്തിനാ വിളിച്ചതെന്ന് പറയാ? അതങ്ങനെ വളരെ ഈസിയായി ഫോണിലൂടെ പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്ന് പറഞ്ഞു അപ്പു. പിന്നെ നീ ഉടനെ വണ്ടി എടുത്ത് വീട് വരെ ഒന്ന് വരാൻ പറഞ്ഞു. അപ്പം പറയാം, ഒരു സീരിയസ് മാറ്റർ ആണെന്ന് പറഞ്ഞു. എന്ത് സീരിയസ് മാറ്റർ ആണെങ്കിലും ഇപ്പം കടയിൽ നിന്ന് വരാൻ പറ്റില്ല എന്നും അപ്പു പറഞ്ഞു. നീ ഫോൺ വെച്ചിട്ട് പോയി അപ്പു എന്നും പറഞ്ഞുകൊണ്ട് ഹരി ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അന്നേരം ഹരിയെ ഇങ്ങനെ നോക്കുവട്ടോ ശത്രുവും ബാലനും കൂടെ ചേർന്ന്. എന്താ ഹരി കാര്യം? എന്നോട് ഉടനെ വീട്ടിലോട്ട് ചെല്ലാൻ അവള് പറയുന്നതെന്നു ഹരി. എന്തോ സീരിയസ് മാറ്റർ ആണെന്ന്. അത്രയ്ക്ക് അത്യാവശ്യമില്ലാത്ത കാര്യമാണെങ്കിൽ അവൾ ഇങ്ങോട്ട് വിളിക്കില്ലല്ലോ ഹരി എന്ന് ബാലൻ പറഞ്ഞപ്പോൾ, അത്രയ്ക്ക് സീരിയസ് മാറ്റർ ആണെങ്കിൽ ഫോണിലൂടെ പറഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. അന്നേരം ഫോണിലൂടെ പറയാൻ പറ്റാത്ത എന്തെങ്കിലും പ്രശ്നമാണെങ്കിലോ ഹരി? വീട്ടിലെ എന്തെങ്കിലും സീരിയസ് ആയ കാര്യത്തെപ്പറ്റി ആണെങ്കിൽ ഏട്ടത്തി വിളിക്കാതിരിക്കുമോ എന്ന് ചോദിച്ചു ഹരി. അന്നേരം ഇതിപ്പോൾ അപ്പൂന് വലിയ കാര്യമായിരിക്കും, പക്ഷെ ചെന്ന് വിവരം തിരക്കുമ്പോൾ എന്തെങ്കിലും സില്ലി മാറ്റർ ആയിരിക്കും എന്നും പറഞ്ഞു. കടയിൽ ഇപ്പോൾ അത്ര വലിയ തിരക്കൊന്നുമില്ലല്ലോ ഹരി, അവൾ വിളിച്ച സ്ഥിതിക്ക് നീ ചെന്ന് കാര്യം എന്തെന്ന് അറിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. വേണ്ടാന്ന് ഹരി ആവർത്തിച്ച് പറഞ്ഞിട്ടും നമ്മുടെ ബാലൻ സമ്മതിച്ചില്ല. ബാലൻ നിർബന്ധിച്ച് ഹരിയെ പറഞ്ഞു വിടും. അപ്പോൾ ഹരി നേരെ വീട്ടിലേക്ക് വന്നു. ഈ സമയത്ത് അപ്പു മുറിയിൽ നിന്ന് ആരെയോ വിളിച്ച് നന്ദിയൊക്കെ പറയാം. ഇതിനെങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു ചാൻസ് വിട്ട് കളയില്ല എന്നൊക്കെ നമ്മുടെ അപ്പു ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ താങ്ക്സ് ഒക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴേക്ക് ഹരി എന്താ കാര്യം എന്നറിയാൻ വേണ്ടി ബാലൻ പറഞ്ഞു വിട്ടനുസരിച്ച് ഓടി കത്തിച്ച് വന്നു. അപ്പോൾ വീട്ടിലെ ഒഫീഷ്യൽ ലെറ്റർ കിട്ടിയതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് ഹരിയെ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വിശദമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, ഉടനെ വീട്ടിലേക്ക് എത്തണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ ഫോണിലൂടെ നമ്മുടെ അപ്പു പറയുന്നു. വന്നിട്ട് വേണം വിവരങ്ങൾ പറയാനെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ താങ്ക്സ് അലോട്ട്, ഞാൻ വേഗം വിളിക്കാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അപ്പു ഫോൺ കട്ട് ചെയ്തു. അപ്പോഴേക്ക് ഹരി വന്നു. ഹരി ഇങ്ങനെ വന്നതേ അപ്പുവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. എന്താ അപ്പു, എന്താ കാര്യം ചോദിച്ച്. എന്തിനാ നീ എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞെന്ന് ചോദിച്ചു. എന്ത് സീരിയസ് മാറ്ററാണ് നിനക്കിപ്പോൾ പറയാനുള്ളത്? ആദ്യം നീ ഒന്ന് ശ്വാസം വിട് ഹരി, പിന്നെ എനിക്ക് പറയാനുള്ളൊരു അവസരം കൂടെ താ, എന്നിട്ട് പറയാമല്ലോ. നീയല്ലേ പറഞ്ഞത് ഒരു കുഴിയുണ്ടെങ്കിൽ ഒരു കുന്നുണ്ട്, പിന്നെ കയറ്റമുണ്ടെങ്കിൽ ഇറക്കമുണ്ട്, വെയിലുണ്ടെങ്കിൽ മഴയുണ്ട് എന്നൊക്കെ, പകലുണ്ടെങ്കിൽ രാത്രിയുണ്ട് എന്നൊക്കെ. അതിനിപ്പോൾ എന്താ? നീ പറഞ്ഞത് 100% സത്യമാണെന്നുള്ള കാര്യം പറഞ്ഞു നമ്മുടെ അപ്പു. അമ്മ പറഞ്ഞില്ലേ, നമ്മുടെ മോളുടെ ജാതകപ്രകാരം എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും പ്രതീക്ഷിക്കുന്നതിനേക്കാളും വേഗത്തിൽ അതൊക്കെ തന്നെ അകന്നു പോകുമെന്നും കാര്യങ്ങളൊക്കെ നടക്കുമെന്നും പ്രതീക്ഷിക്കുന്നതിനേക്കാളും വലിയ ഉയർച്ച ഉണ്ടാകുമെന്നുള്ളത്. നമ്മുടെ ജീവിതം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും വേഗത്തിൽ ഉയരാൻ പോവാണെന്നൊക്കെ പറഞ്ഞു. ഇത്രയൊക്കെ പ്രതീക്ഷിക്കാനും മാത്രം ഇവിടെ എന്താ നീ ഇപ്പം ഈ പറയുന്നേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ നമ്മുടെ അപ്പു ആ പേപ്പർ എടുത്ത് ഹരിയുടെ കൈകളിലേക്ക് വെച്ച് കൊടുത്തു. ഹരിയുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തിട്ട് തുറന്നു നോക്കാൻ പറഞ്ഞു. ഹരി എന്നിട്ട് അത് മേടിച്ച് തുറന്നു നോക്കുക. ഹരി എന്നിട്ട് തുറന്ന് വായിച്ചു നോക്കി. അപ്പോൾ ഇത് ഈശ്വരനായിട്ട് കൊണ്ടു തന്നൊരു ഗോൾഡൻ ചാൻസ് ആണെന്നും പറഞ്ഞ് ഇത് നീ അംഗീകരിച്ചേ പറ്റുമെന്നും നമ്മുടെ അപ്പു പറയുക. ഇത് കേട്ടപ്പോൾ ഹരിയുടെ മുഖം അങ്ങ് വാടി. ഇനി മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്നും പറഞ്ഞു. ഹരി ഇതിങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. എന്തായാലും അപ്പുവിൻ്റെ ഈ വാശിക്ക് നിൽക്കാൻ ഹരിക്ക് താല്പര്യമില്ലെന്നുള്ള രീതിയിലാണ് നമ്മുടെ ഹരി അവിടെ നിൽക്കുന്നത്. ഇത് അപ്പുവിനും മനസ്സിലായി. അപ്പു ഇങ്ങനെ എന്നിട്ട് ഹരിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. അങ്ങനെ അപ്പുവും വിഷമിച്ച് അങ്ങനെ അവിടെ നിൽക്കുന്നു. ഇതേ സമയം പിന്നെ ദേവിയും അതുപോലെ അഞ്ജുവും കൂടെ അവിടെ നിന്നിങ്ങനെ സംസാരിക്കുക. അപ്പോൾ ദേവിയും അഞ്ജുവും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തോ വലിയൊരു പ്രശ്നമുണ്ടെന്നും ഹരി കടയിൽ നിന്ന് വന്നതിന് ശേഷം മൂഡ് ഓഫ് ആണ്, അതുകൊണ്ടൊന്നും ചോദിക്കാനും പറ്റിയില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ വലിയേട്ടൻ വരുന്നവരെയുള്ളൂ സർപ്രൈസ്, അതുവരെ നമുക്ക് കാക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോഴേക്കും ബാലൻ വന്നു. ബാലൻ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ വിവരം ബാലനോട് പറഞ്ഞു. അപ്പോൾ ബാലൻ ഇങ്ങനെ അത് കേൾക്കാനായിട്ടുള്ള ആ ഒരു ഇതിൽ ഇങ്ങനെ അവിടെ ഇരിക്കുവാണ്. പിന്നെ താനെന്നാ PTA മീറ്റിങ്ങിന് പോയിട്ട് എന്തായി എന്ന് ചോദിച്ചു ബാലൻ നേരം. ദേവുട്ടിയെക്കുറിച്ച് പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞോ ടീച്ചർമാർ? അപ്പോഴേക്കും അപ്പു വന്നു. ബാലേട്ടൻ അത് ചോദിച്ചത് ഏതായാലും നന്നായെന്ന് പറഞ്ഞു. ഇന്ന് ടീച്ചർമാർ ദേവുട്ടിയെക്കുറിച്ച് എന്താ ദേവേടത്തി പറഞ്ഞതെന്ന് ചോദിച്ചാൽ അപ്പു ഇറങ്ങി വന്നു. ടീച്ചർമാർക്ക് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് മോളെക്കുറിച്ച്, എല്ലാ കാര്യത്തിലും ഫസ്റ്റ് അവളെന്നൊക്കെ ദേവിയും പറഞ്ഞു. ആ പ്രോഗ്രസ് കാർഡ് അവളുടെ ബാഗിലിരിപ്പുണ്ട്, നീ എടുത്ത് നോക്കപ്പോ എന്ന് ദേവി പറഞ്ഞേ. പടം വരയ്ക്കാനും അതുപോലെ ആടാനും പാടാനും ഒക്കെ കാണിക്കുന്ന താല്പര്യമൊന്നും പഠിക്കാൻ കാണിക്കുന്നില്ല എന്നായിരുന്നല്ലോ മോളെക്കുറിച്ചുള്ള നിന്റെ പരാതി എന്ന് അഞ്ജു പറഞ്ഞു. എന്നിട്ടിപ്പോൾ നീ കേട്ടല്ലോ, നിനക്ക് മാത്രമേ പഠിക്കുന്നില്ല എന്നുള്ള പരാതിയുള്ളൂ. അന്നേരത്തേക്ക് അപ്പോൾ ഇങ്ങനെ ചമ്മി നിൽക്കുക. പിന്നെ ആലീസ് ടീച്ചർ ഒരു കാര്യം കൂടി പറഞ്ഞു കേട്ടോ, ദേവൂട്ടിക്ക് ഇടത് കൈ തഴക്കമാണല്ലോ, ലോകത്ത് പ്രശസ്തരായ ഒരുപാട് പേര് ഇടത് കൈ തഴക്കമുള്ളവരാണത്രയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവി ഇങ്ങനെ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം എല്ലാവരുടെയും കണ്ണിങ്ങനെ വിഴിഞ്ഞു വരുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇന്നത്തെ കഥ അവസാനിച്ചു. പുതുപുത്തൻ വിശേഷങ്ങളുമായി കാണാട്ടോ. എല്ലാവർക്കും നന്ദി.